നമ്മൾ പണ്ട് ബാഗ് എടുത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും വളർന്ന് വലുതായതിനു ശേഷം ജോലി സാധനങ്ങളെടുത്ത് ജോലിക്ക് പോകുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് ഞായറാഴ്ച ആയാൽ മതിയെന്ന്. ഞായറാഴ്ച അവധിയാണ്, അത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു അവധി എന്തിനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച അവധി എന്ന ഈ ഒരു ആശയം പെട്ടെന്ന് ഉണ്ടായതല്ല. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രപ്രസിദ്ധമായ കുറച്ച് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പണ്ടത്തെ പല ക്രിസ്തീയ മതരാജ്യങ്ങളിലും ഞായറാഴ്ച ദിവസം വിശുദ്ധ ദിവസമായി കണ്ടിരുന്നു. ബൈബിൾ അനുസരിച്ച് 6 ദിവസം കൊണ്ട് ദൈവം ലോകം സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഒരു ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ക്രിസ്തുമത വിശ്വാസികൾ ഈ ദിവസം പള്ളിയിൽ പോകാനും വിശ്രമിക്കാനുമായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ വ്യവസായ വിപ്ലവത്തിന് ശേഷം തൊഴിലാളികൾക്കിടയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്രമിക്കാനും തങ്ങളുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും വേണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നതോടെ അത് രാജ്യങ്ങളിലെ തൊഴിൽ നിയമങ്ങളുടെ ഭാഗമായി മാറുകയായിരുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഞായറാഴ്ച അവധി എന്ന ആശയം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു കാര്യം നടന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഞായറാഴ്ച അവധി എന്ന ആവശ്യം നേടിയെടുത്തതിന് പിന്നിൽ ശക്തമായ കുറച്ച് ചരിത്രങ്ങളുണ്ട്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗാർത്ഥിക്കും പട്ടാളക്കാർക്കും മാത്രമേ ഞായറാഴ്ച അവധി ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ബ്രിട്ടീഷ് ഫാക്ടറികളിലും മില്ലുകളിലും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ആഴ്ചയിൽ 7 ദിവസവും പണിയെടുക്കണമായിരുന്നു. ഇത് ഇന്ത്യക്കാരുടെ ആരോഗ്യത്തിലും ജീവിതത്തിലും വളരെ ദോഷകരമായി ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ആവശ്യമുന്നയിച്ച് ഒരാൾ രംഗത്തെത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് നാരായൺ മേഘാജി ലോഖണ്ഡെ ആണ്. മഹാരാഷ്ട്രയിലെ ഒരു മിൽ തൊഴിലാളികളുടെ നേതാവായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ ആവശ്യം ഒരു നിവേദനമാക്കി ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം സമർപ്പിച്ചു. ആ ഒരു നിവേദനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തുടർച്ചയായ 6 ദിവസം ജോലി ചെയ്ത ശേഷം ഒരു ദിവസം സ്വന്തം കുടുംബത്തിനൊപ്പം ജീവിക്കാൻ അവർക്ക് വിശ്രമിക്കാനും ഒരു ദിവസം അവധി നൽകണം എന്നായിരുന്നു. പിന്നെ ഞായറാഴ്ച ഹിന്ദു ദേവനായ ഗാണ്ടോബയുടെ ദിവസമാണെന്നും അതിനാൽ ഈയൊരു ദിവസം തൊഴിലാളികൾക്ക് പ്രാർത്ഥനകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നൽകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ബ്രിട്ടീഷ് സർക്കാർ ആദ്യം ഈയൊരു ആവശ്യം നിരസിച്ചെങ്കിലും ലോഖണ്ഡെയുടെ നേതൃത്വത്തിൽ നടന്ന നീണ്ട 7 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ 1890 ജൂൺ 10-ന് ബ്രിട്ടീഷ് സർക്കാർ ഒടുവിൽ തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾക്ക് വഴങ്ങി ഞായറാഴ്ച മിൽ അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് ഇത് മറ്റ് മേഖലകളിലേക്കും വ്യാപിച്ചു. ഈയൊരു തൊഴിലാളി പോരാട്ടത്തിൽ തുടർന്നു വരുന്ന വിജയമാണ് ഇന്ത്യക്കാർ ഇന്നും ഞായറാഴ്ച അവധിയായി ആസ്വദിക്കുന്നത്. ഇത് തൊഴിലാളികളുടെ പോരാട്ടത്തിൻ്റെ ഒരു വലിയ പ്രതീകം കൂടിയാണ്. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങൾക്ക് പോലും വലിയ ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.